ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് മുഹമ്മദ് കോയ പറമൽ. സാംസങ് ഇന്നലെ ഇന്ത്യയിലുടനീളം ലോഞ്ച് ചെയ്ത ഒരു പുതിയ ടെക്നോളജി നമുക്കറിയാം. മാഗ്നറ്റിക് സെക്യൂർ ട്രാൻസ്മിഷൻ MCT എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ നേരത്തെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇന്നലെയാണ് ഇത് ലോഞ്ച് ആവുന്നത്. വളരെ യൂസ്ഫുള്ളായ ഒരു സംഭവമാണ്. കാരണം നമുക്കറിയാം, ഈ ഡിജിറ്റലൈസ്ഡ് എക്കണോമി പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് മാറുകയും ക്യാഷ്ലെസ് പർച്ചേസൊക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വളരെ ചുരുക്കി ഈ സാംസങ് പേ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടുത്താം. നേരത്തെ അറിയുന്നവർ ഈ വോയിസ് മെസ്സേജും വീഡിയോ മെസ്സേജും ഇഗ്നോർ ചെയ്യുക. അല്ലാത്തവർ കാണാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളെ വാലറ്റിൽ, നമ്മളെ പേഴ്സിൽ ഒരുപാട് കാർഡുകൾ നിറച്ച് വെച്ച് അത് ക്യാരി ചെയ്ത് നടക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാം. നമുക്ക് ഒരൊറ്റ ഫോൺ യൂസ് ചെയ്താൽ മതി. സാംസങ്ങിൻ്റെ എല്ലാ സംവിധാനങ്ങളും, നമ്മളെല്ലാ കാർഡ് ഡീറ്റെയിൽസും വാലറ്റ് ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. വളരെ എളുപ്പമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ വാലറ്റ് പേടിഎം പോലത്തെ വാലറ്റുകളും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. കാർഡുകളില്ലാത്തവർക്കൊന്നും നിരാശരാവേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആവും എന്ന് തന്നെ കരുതുന്നത്. എന്തായാലും ഞാൻ ഇത് വളരെ ലളിതമായിട്ട് ഇത് വിശദീകരിക്കാം. ആദ്യമായിട്ട് സാംസങ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. സാംസങ്ങിൻ്റെ മെയിൻ ഫോണായ S8 കൂടെയാണ് ഇത് ലോഞ്ച് ചെയ്തത്. സാംസങ് പേ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. അത് നമുക്ക് മുന്നേ ആപ്പിൾ പേ എന്ന് കേട്ടിട്ടുണ്ടാവും, ആൻഡ്രോയിഡ് പേ എന്ന് കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് സാംസങ് പേ. അത് സാംസങ്ങിന് പേറ്റൻ്റുള്ള ടെക്നോളജിയാണ്. വേറെ ഫോണുകളിലൊന്നും ഇത് അവൈലബിൾ അല്ല. വേറെ ആപ്പിൾ പേ എന്ന് പറയുന്നത് NFC, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നൊരു സംഭവമാണ്. അതുപോലെ ആൻഡ്രോയിഡ് പേ, അതും NFC, നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. അതൊന്നും ഇന്ത്യയിൽ അത്ര അവൈലബിൾ അല്ല. പറഞ്ഞാൽ അത്തരം ഡിവൈസുകൾ ഇന്ത്യയിൽ എവിടെയും അവൈലബിൾ അല്ല. പക്ഷേ ഈ മാഗ്നറ്റിക് സെക്യൂർ ട്രാൻസ്മിഷൻ ഇന്ത്യയിൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി. 95% ഓഫ് സ്വൈപ്പിംഗ് മെഷീനിലും ഈ സംവിധാനം ഉണ്ട്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സംഭവമാണ് സാംസങ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് നമ്മളെ സാംസങ് പേ 2016 ശേഷം 2016 ഓൺവേർഡ്സ് തുടങ്ങിയ എല്ലാ സാംസങ് ഫോണിലും അവൈലബിൾ ആണ്. A സീരീസിലാണെങ്കിൽ A5 ആൻഡ് അബവ്, 16, A317 A3 ഓൺവേർഡ്സ് ആൻഡ് അബവ് ഉണ്ട്. S സീരീസിൽ S5 അബവ് അവൈലബിൾ ആണ്. അപ്പോൾ 2016 വേർഷനിൽ ഇറങ്ങിയ എല്ലാ സാംസങ് ഫോണുകളും സാംസങ് പേ ഇപ്പോൾ അവൈലബിൾ ആണ്. വരും ദിവസങ്ങളിൽ സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളിലും ഈ ടെക്നോളജി വരും. ഞാൻ വളരെ ചുരുക്കിയിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് പരിചയപ്പെടുത്തി തരാം. നമ്മളെ ഫോണിൽ സാംസങ് പേ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിലുണ്ട്. സാംസങ് പേ എടുക്കുക. നമുക്ക് ആദ്യമായിട്ട് നമ്മളെ കാർഡ് ആഡ് ചെയ്യാം. ഇതിലൊരുപാട് ഓഫറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ശരിക്കും SBIൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഈച്ച് ട്രാൻസാക്ഷൻ 100 rupees ക്യാഷ് ബാക്ക് ഉണ്ട്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് 20% ക്യാഷ് ബാക്ക് ഉണ്ട്. പേടിഎം ഉപയോഗിക്കുന്നവർക്ക് 100% ക്യാഷ് ബാക്കാണ്. ഓൺലി മൂവി ടിക്കറ്റിൽ മാത്രമേ ഉള്ളൂ. ICICI ബാങ്ക് 50% ക്യാഷ് ബാക്ക് ഉണ്ട്. HDFCക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. ആക്സിസ് ബാങ്കിന് ₹1000 ക്യാഷ് ബാക്ക് ഉണ്ട്. അത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഓഫ് ആക്സിസ് ബാങ്ക് കാർഡ്സ്. ഒരുപാട് കാർഡുകൾ, ഓരോ ദിവസവും പുതിയ കാർഡുകൾ വരുന്നുണ്ട്. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ അവൈലബിൾ ആയിട്ട് ഒരു 10-15 കാർഡുകൾ അവൈലബിൾ ആണ്. വരും ദിവസങ്ങളിൽ എല്ലാ ബാങ്കിൻ്റെ കാർഡും ഇതിൽ വരും. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഞാൻ ഒരൊറ്റ കാർഡ് മാത്രം ആഡ് ചെയ്ത് ഇത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ HDFCൻ്റെ കാർഡാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊണ്ടാണ് കാർഡ് ആഡ് ചെയ്യുന്നത്. സെക്യൂരിറ്റി റീസൺ കാരണം ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാനിപ്പോൾ എൻ്റെ കാർഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ സ്കാൻ ചെയ്തെടുക്കും. നമ്മളതിൻ്റെ CVC കോഡ് മാത്രം ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. CVC കോഡ് എന്ന് പറയുന്നത് കാർഡിൻ്റെ ബാക്കിൽ വരുന്ന 3 അക്ക നമ്പറാണ് CVC കോഡ് എന്ന് പറയുന്നത്. CVC കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മളെ കാർഡ് സ്കാൻ ചെയ്യുക, CVC കോഡ് അടിച്ചു കൊടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ വാലിഡേറ്റ് ചെയ്യും. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും. നമുക്ക് അഗ്രീഡ് ആണെങ്കിൽ അഗ്രീഡ് ടു ഓൾ അടിക്കുക. ഇറ്റ്സ് ഓക്കെ. ഇവിടെ കാർഡ് വാലിഡേറ്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മളെ രജിസ്റ്റേർഡ് മൊബൈലിലേക്കൊരു OTP വരും.
ആ OTP വെച്ചിട്ട് വൺ ടൈം പാസ്വേഡ് വെച്ചിട്ട് ഇത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ഒരു ചെറിയൊരു പ്രോസസ്സ് ഉണ്ട്. വളരെ ഈസിയാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണല്ലോ. 63. അതോടുകൂടി ഈ കാർഡ് ആഡായി. ഇത്രയും സിമ്പിളാണ്. ഒരു കാർഡ് ആഡ് ചെയ്യാണ്, കാർഡ് സ്കാൻ ചെയ്യുന്നു, കാർഡിൻ്റെ സ്കാൻ ചെയ്യുന്നതോടുകൂടി കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ സ്കാൻ ചെയ്തെടുക്കുന്നു. നമ്മൾ CVC കോഡ് മാത്രം അടിക്കുന്നു, നമ്മൾ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വൺ ടൈം പാസ്വേഡ് വരുന്നു, അതിവിടെ അടിച്ചു കൊടുക്കുന്നു. പിന്നെ ഇതിവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ കാർഡിൻ്റെ പിറകുവശത്ത് നമ്മൾ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ സിഗ്നേച്ചർ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ചെയ്യാം. ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാനൊരു സിഗ്നേച്ചർ ഇവിടെ ഇടുന്നുണ്ട്. ഇത് ഒരു ഉപയോഗമുള്ള സംഭവം. ഇവിടെ ഓൾറെഡി ഇപ്പോൾ എൻ്റെ മാസ്റ്റർ കാർഡ് ആഡായി കഴിഞ്ഞു. അതുപോലെ ഒരുപാട് കാർഡുകൾ ആഡ് ചെയ്യാം. ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഒറ്റ കാർഡ് ഇപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് കാർഡുകൾ ഇല്ലാത്തവർക്ക് Paytm ഉപയോഗിച്ചിട്ട് അവർ എല്ലാ വാലറ്റും ഇതിലേക്ക് വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ Paytm മാത്രമേ ഉള്ളൂ. Paytm ആഡ് ചെയ്തതിൽ വളരെ സിമ്പിളാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള Paytm ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP വെച്ച് ഇവിടെ വാലിഡേറ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കാർഡും ഒരു ഡിജിറ്റൽ വാലറ്റും ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തു. Paytm ആഡ് ചെയ്തു എൻ്റെ പേരിലുള്ള. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇത്രയും സിമ്പിളേ ഉള്ളൂ. നമ്മൾ വാലറ്റ് ആഡ് ചെയ്യണമെങ്കിൽ വാലറ്റിൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ടുള്ള OTP വെച്ച് ആഡ് ചെയ്യാം. കാർഡാണെങ്കിൽ കാർഡിൻ്റെ CVC കോഡ് വെച്ച് ആഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി എൻ്റെ സാംസങ് പേയിൽ ഞാനൊരു കാർഡും ഒരു വാലറ്റും ആഡ് ചെയ്തു. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം. നമ്മൾ കാർഡ് ആഡ് ചെയ്തോടുകൂടി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഇത് പരീക്ഷിച്ചത് കൽപ്പറ്റയിലുള്ള വയനാട് മെറ്റൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെറുതെ ഒരുപാട് കാർഡുകൾ പേഴ്സിൽ വെച്ച് അത് നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം വേണ്ട. അതിനൊക്കെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് സാംസങ് പേയിൽ നമ്മളെ ഫോണിൽ കീപ്പ് ചെയ്താൽ മതി. ഏത് കടയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ആ കടയിലെ സ്വൈപ്പിംഗ് മെഷീന് നേരെ നമ്മളെ ഫോണൊന്നൊരു നിമിഷം നേരം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി കാർഡില്ലാത്തവർക്ക് Paytm ഉപയോഗിച്ച് അതുപോലെ പർച്ചേസ് ചെയ്യാൻ കഴിയും. ആ സ്വൈപ്പിംഗ് മെഷീന് നേരെ Paytm സെലക്ട് ചെയ്ത് ഫിംഗർ സ്കാനോ അല്ലെങ്കിൽ പിൻ സ്കാനോ ചെയ്താൽ മതി. വളരെ ഈസിയാണ്. ഞാൻ വളരെ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഡിജിറ്റലൈസ്ഡ് ടോക്കൺ വെർച്വൽ കാർഡ് സിസ്റ്റംസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും നേരത്തെ അറിയുന്നതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ബൈ.